ഇന്നൊരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ക്യാരറ്റ് പുഡിംഗ്, അടിപൊളി പുഡിംഗാണ്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും ഫംഗ്ഷനോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല പുഡിംഗാണ്. ചൈന ഗ്രാസോ ജെലാറ്റിനോ കളറോ പാല് പോലും വേണ്ട, നല്ല ഹെൽത്തി പുഡിംഗാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ക്യാരറ്റ് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ്, തൊലി കളഞ്ഞ് കഴുകി കൊടുക്കുന്നതാണ് കേട്ടോ. 3 വലിയ ക്യാരറ്റാണ്, അപ്പോൾ 1/2 കിലോനുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് അതിന് ശേഷം വേണം വേവിക്കാൻ. അപ്പോൾ ആദ്യം ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. സർക്കിളായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അങ്ങനെ ചെറിയതാക്കിയിട്ട് ചോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സർക്കിളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. 2 കപ്പ് അളന്നിട്ട് എടുത്തതാണ്. അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് വേവിച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റ് കേട്ടോ. നമ്മുടെ ക്യാരറ്റ് വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഓഫ് ചെയ്യാൻ പോവാണ്. ഓഫ് ചെയ്തിട്ട് നേരെ സ്ട്രെയിനറിലേക്ക് നമുക്ക് ഊറ്റിയെടുക്കാം. ഇതൊരു സ്ട്രെയിനറിലേക്ക് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിലെ വെള്ളം നമുക്ക് കളയണ്ട, ഇത് ആവശ്യമുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയിൽ നന്നായി ഫൈനായിട്ട് അരച്ചെടുക്കണം. നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ തീരെ ചെറിയ ജാറല്ല കേട്ടോ, അതിനേക്കാൾ ഒത്തിരി വലുതായതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ ഇതിലിട്ടിട്ടുണ്ട്. നിങ്ങൾ ചെറിയ ഗ്രൈൻഡർ എടുത്തതെന്ന് വെച്ചെങ്കിൽ ഹാഫായിട്ട് അരക്കേണ്ടി വരും കേട്ടോ. ഇതിലിപ്പോൾ വെള്ളം ചേർക്കാണ്ട് ആദ്യം അരച്ച് നോക്കുക. എന്നിട്ട് അഥവാ അരഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരക്കും. അരച്ചതിന് ശേഷം പറയാം കേട്ടോ. നമ്മൾ നന്നായിട്ട് അരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളം ഒഴിക്കാണ്ടാണ് ഇട്ട് അരച്ചത്. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും വിപ്പ് ചെയ്തിട്ട് അരച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഈ മിക്സിയിൽ നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ മിക്സിയിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ക്യാരറ്റ് അരച്ചത് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു സ്ക്വയർ ഷേപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷേപ്പുള്ള ഒരു ഗ്ലാസ് ജാറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഏതായാലും കുഴപ്പമില്ല, അതിലേക്ക് ഒന്ന് നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഓയിലോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഗ്രീസ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ക്യാരറ്റ് കുക്ക് ചെയ്യാം കേട്ടോ. ഇതിന് ഞാനൊരു വലിയ സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ സ്റ്റവ് ഓൺ ആക്കിയിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ പെട്ടെന്ന് കാണിക്കാൻ വിട്ടുപോയിട്ട് കോൺഫ്ലവർ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട്, ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് നമ്മൾ നേരത്തെ ക്യാരറ്റിൻ്റെ വെള്ളം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ മിക്സ് ചെയ്താണ് കേട്ടോ. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഗ്യാസ് ഓൺ ആക്കാൻ കേട്ടോ. നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം. ആദ്യം നമുക്കൊരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക, കാരണം ഈ പാൻ ഒന്ന് ചൂടാവണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കണ്ടിന്യൂ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഇട്ടു, അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലായിരുന്നു ഇട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ഒരു തിക്കായി വരുന്ന സമയത്ത് നമ്മളത് സിമ്മിലാക്കിയിട്ട് വേണം ഇളക്കിക്കൊണ്ടിരിക്കാൻ. പിന്നെ അത്യാവശ്യം കുഴിയുള്ളൊരു പോട്ട് എടുത്താൽ മതി കേട്ടോ, കാരണം അത് കയ്യിലേക്ക് പൊട്ടിത്തെറിക്കുള്ളൂ. പിന്നെ നീളമുള്ളൊരു കയ്യിലും കൂടെ എടുത്താൽ മതി ഇളക്കാൻ. ഇത് ഇളക്കുമ്പോൾ എപ്പോഴും സൈഡിൽ നിന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് കയ്യിലുകൊണ്ട് ഉള്ളിലേക്ക് ആക്കിയിട്ട് വേണം ഇളക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ. ഇപ്പോൾ ഏകദേശം ഇതായിട്ടുണ്ട്, കണ്ടില്ലേ, ഒരു സ്റ്റിക്കി പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് ഉടനെ തന്നെ നേരത്തെ നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ബട്ടർ, ആ ബൗളിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ഇട്ടാ ഒരു സ്റ്റിക്കി ആയിട്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേ, കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നത്. ഇതിൻ്റെ ആവി കാരണം കൊണ്ട് വല്ലാതെ അങ്ങോട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇത് ഓഫ് ചെയ്യാണ്. ഇപ്പോൾ ക്യാരറ്റിൻ്റെ മിക്സ് കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം കേട്ടോ. എല്ലാ ഭാഗവും ഒരേ ലെവലാവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ചൂടാറി നല്ല പോലെ തണുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. ഓവർനൈറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അടിഭാഗം തൊട്ട് നോക്കിയാൽ അറിയാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. നമുക്ക് ക്ലീൻ റാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കവർ വെച്ചിട്ടോ എങ്ങാനോ അത് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ഒന്നുകിൽ ഓവർനൈറ്റ് വെക്കുക അല്ലെങ്കിൽ ഒരു 8 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ട് കട്ട് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഞാനിതിപ്പോൾ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോവുകയാണ്. ബാക്കി നമുക്ക് തണുത്തതിന് ശേഷം കാണിക്കാം. നമ്മൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന ജെല്ലി പുഡിങ് കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്കത് കവറ് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ ഈ ഭാഗവും നമുക്ക് ഒപ്പാക്കൊന്നും വേണ്ട കേട്ടോ, കാരണം ഇത് കമഴ്ത്തിയിട്ടാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഭാഗം എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ടീസ്പൂൺ വെച്ചിട്ടൊന്നും സെറ്റാക്കാഞ്ഞത് കേട്ടോ. ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്കിത് കമഴ്ത്തി കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് അടർന്ന് പോന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കത്തി വെച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല, കാരണം നമ്മളൊന്ന് ഗ്രീസ് ചെയ്തിട്ടാണല്ലോ വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് സ്ക്വയറായിട്ട് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ജെല്ലി ഇഷ്ടപ്പെടുന്ന മക്കൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അത് ജെല്ലിയുടെ ഒക്കെ ഒരു സോഫ്റ്റ്നെസ്സാണ് ഇതിനുള്ളത്, അതിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചർ തന്നെയാണ് കേട്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ 2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കോക്കനട്ട് ഇങ്ങനെ തേങ്ങയുടെ പൊടി ഉണ്ടല്ലോ, അതങ്ങനെ ഡ്രൈ ആയിട്ട് വരില്ലേ, അതിപ്പോൾ നാട്ടിലും കിട്ടുന്നുണ്ട്. അത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ പുഡിങ് കവർ ചെയ്യണം. നമ്മുടെ പുഡിങ്ങൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാ പീസും കോക്കനട്ടിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ ഇപ്പോൾ നാട്ടിലും കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.